അപ്പൊ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞു, നബിയെ ഞങ്ങൾ നിങ്ങൾക്ക് അറിയാലോ കുറച്ച് ദൂരത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ജമാഅത്തിന് 5 നേരവും നമ്മളെ മമ്പറമ്പള്ളിക്ക് വരുന്ന ആളാന്ന് വെച്ചോളി. നിങ്ങൾ ബീക്കപ്പടിത്തെ കുറച്ച് ആൾക്കാർ, തലപ്പാറമെന്ന് കുറച്ച് ആൾക്കാർ, ഉദാഹരണം പറയാം, അല്ലെ കുഴപ്പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ എന്നിട്ട് പറയാം, നബിയെ 5 നേരം ജമാഅത്തിന് വരണമെന്ന് വല്ലാത്ത ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഒരു നിസ്കാരത്തിന് 27 കൂലി, അൽഹംദുലില്ലാഹ് ഇല്ലാത്ത കൂലിയാണ്. പക്ഷെ ഞങ്ങളെ കൂട്ടത്തിൽ കണ്ണ് കാണാത്തവര്, പ്രായം ഏറെ ചെന്നവര്, വികലാംഗര് ഇവരൊക്കെ ഉണ്ട്. അപ്പൊ ഈ 5 നേരം പള്ളിയിൽ വരാൻ ശാരീരികമായ ചില വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് പരിഗണിച്ചിട്ട് ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പള്ളിക്ക് നിങ്ങൾ പിരിവ് തരണോ എന്നല്ല, പള്ളി പണിയൊക്കെ കഴിഞ്ഞ് തങ്ങളിപ്പാപ്പ് വന്നിട്ട് അതൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണോ. അതിപ്പോ അത്ര ചിന്തിക്കാണ്ടോ? എന്തേ പള്ളി ഉദ്ഘാടനത്തിൽ ഇപ്പൊ ഏത് ടീം വിളിച്ചാലും പോയി കൂടെയാണ്. മുൻപർപ്പിക്കാൻ പോണ മാതിരിയല്ലല്ലോ. മുൻപർപ്പിച്ചാലും മറ്റു കാര്യങ്ങൾക്ക് പള്ളി ഉദ്ഘാടനല്ലേ, പള്ളിയല്ലേ, അതിനിപ്പോ എന്താ പോണേ, ഇതിനും പോയി കൂടെ. അള്ളാഹിന്റെ റസൂലിനെ വിളിക്കുകയാണ് പള്ളി ഉദ്ഘാടനം ചെയ്യാൻ. അത് ഞാൻ പറഞ്ഞ ഏത് പള്ളിയായാലും എന്താ നിൽച്ചാൽ പോരേന്ന് ചിന്തിക്കണം നല്ല മനുഷ്യന്മാരുണ്ട്. പ്രത്യേകിച്ച് തൗഹീദിയമായത്താരെ ലുഹറിന് കാണാൻ സുന്നി പള്ളിക്ക്, അസറിന് കാണാൻ മുജാഹിദ് പള്ളിക്ക്, മാരുവിനെ കാണാൻ പിന്നെ പോയിട്ട് ജമാഅത്താരെ പള്ളിക്ക്. അങ്ങനെയാണ് പൂച്ചൻ്റെ മാതിരി എല്ലായിടത്തും പെർമിറ്റില്ല. പൂച്ചൻ്റെ ഇട്ടില്ലെങ്കിൽ ഔത്തപ്പള്ളിയിൽ റബീഉൽ അവ്വലിൽ ഗുലാബ് ഉണ്ടാക്കി അതും ഒന്ന് കുടിച്ചു. ഇനി കർക്കിടക മാസത്തിൽ അമ്പലത്തിൽ നിവേദ്യം വെച്ച് അവൻ കുടിച്ചു. പൂച്ചക്ക് എല്ലായിടത്തും പെർമിറ്റ്. കാരണം പ്രത്യേകിച്ച് ഒരു ആശയം മൂപ്പർക്ക് ഇല്ലാത്തതുകൊണ്ട്. ഇതേപോലെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാ പള്ളിയും ഞങ്ങൾ പോകുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനോ തുടക്കത്തിൽ തന്നെ ഞാൻ പറയുന്നത്. അള്ളാഹിന്റെ ഹബീബിനോട് വന്നിട്ട് പള്ളി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ അള്ളാഹിന്റെ റസൂലിന് അറിയാം ഇവർ പള്ളി ഉണ്ടാക്കിയതൊക്കെ ശരി തന്നെയാണ്, വിളിക്കട പള്ളിന്റെ ഉദ്ഘാടനത്തിനാണ്, പക്ഷെ നല്ല രീതിയിലല്ല. ഇത് തങ്ങളിപ്പാപ്പാനും മൂല്യാരൊക്കെ ബഹുമാനാദിനും പറയണ എന്തിനാ നിങ്ങള് അത് കാണിച്ചു കൊടുത്തിട്ട് ഇവരുടെ ആശയത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയാണ്. ചില മരുന്നച്ചവടക്കാരുണ്ട് അങ്ങനെ. ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് വന്ന് ആദ്യം പള്ളിക്ക് പോയിട്ട് മൂല്യർക്കും മല്ലാക്കൊക്കെ 2 കുപ്പി ഫ്രീയർ കൊടുക്കും. എന്നിട്ട് പിന്നെ ആ പള്ളി ഉസ്താദ് വാങ്ങിക്കണേ, മല്ലാക്കാൻ കൊടുത്തില്ലേ, അപ്പൊ നാട്ടുകാർക്ക് ഉസ്താദ് വാങ്ങിക്കണം എന്നാഞ്ഞിപ്പോ നമുക്ക് അല്ല. ഉദാഹരണം അങ്ങനെ ഇതൊരു ഹിക്മത്താണ്, ഒരു ബിസിനസ് ടെക്നിക്കാണ്. ഏതും ആകട്ടെ അള്ളാഹിന്റെ റസൂലിന് അതറിയാം. പക്ഷെ ഒറ്റയടിക്ക് ബരൂലടാന്ന് പറഞ്ഞാൽ ഇത് കാര്യം വേണ്ടതുപോലെ ഉൾക്കൊള്ളാത്ത ആളുകളുണ്ടാവും. അപ്പൊ അവര് പറയും അതെന്താ ചില ടീം വിളിക്കുമ്പോഴേക്കാൾ പോകുന്നേ. ഇതിപ്പോ നമ്മളെ കൂട്ടത്തിലെ മറ്റവർ വിളിച്ചിട്ട് എന്തേ കാലിയേര് പോകാതെന്ന്, കാലിയേർക്ക് ചെറിയൊരു കടം അല്ല അങ്ങനെ ഒരു ചെറിയൊരു തോന്നൽ. ഇപ്പൊ ഇവിടെ തന്നെ തബ്ലീഗ് ജമാഅത്ത് വിമർശിക്കപ്പെടുന്ന ഒരു പരിപാടി വെക്കുമ്പോ ഇറ്റകളെ കുറ്റം പറയില്ല തുടങ്ങിയ ഇവർക്ക് വേറെ പണിയില്ല പറയല്ലാതെ നിങ്ങളല്ല ഒരു വിലയിരുത്തൽ അങ്ങനെ ഉണ്ടാകുമല്ലോ. അതിനൊരു LCD കിട്ടിയിരിക്കണം. അത് എന്താ തബ്ലീഗുകാരെ പറ്റി LCD ആവോ? ജമാഅത്തിന്റെ മുജാഹിദിനെ കുറെ ഉണ്ട്, അതെന്താന്ന് കണ്ടോളിങ്ങൾ ഇൻഷാ അല്ലാഹ്. തബ്ലീഗുകാർ കൊണ്ട് LCD എവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചപ്പം LCD സൈഡിൽ തബ്ലീഗ് ജമാഅത്തിന്റെ ഒരു കാരണം തവളക്കും പല്ലുവച്ച മുലിയാരെ കഴിച്ചു. കാരണം തബ്ലീഗുകാർക്ക് കൊണ്ട് LCD എന്തായാലും ഇടുക വെച്ചു. നമുക്ക് ബരികളും കാണാലോ, ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എന്താണ്, അള്ളാഹിന്റെ റസൂലിന് ഇതറിയാമെങ്കിലും പെട്ടെന്ന് അവരോട് പ്രതികരണം രൂക്ഷമായാൽ ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കിയ നബി ഒരു ഹിക്മത്ത് കൊടുത്തു. എന്താ ഹിക്മത്ത്? ഇപ്പൊ ടൈമില്ല, ദേശ തിരക്കിലാണ്, ഒരു വിദേശയാത്ര ഉണ്ട്, അത് കഴിഞ്ഞ് വന്നിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞു. വിദേശയാത്ര പറഞ്ഞാൽ അമേരിക്കക്കും പിന്നെ അതുപോലെ തന്നെ യൂറോപ്പിക്കും ഒന്നുമില്ല, അതൊക്കെ പഠിത്ത കാലത്ത് ഏപ്പിസ്തൊക്കെ പോലെ തുടങ്ങിയതാണ്. അതേ സമയത്ത് അന്ന് തബൂക്ക് എന്ന് പറഞ്ഞാൽ തന്നെ വിദേശമാണ്, മാസങ്ങളോട് യാത്ര ചെയ്യണം. പോയി തെൽക്കാല പള്ളി ഉണ്ടാക്കി കമ്മിറ്റിക്കാരും പിരിഞ്ഞു പോയി. അങ്ങനെ അതാ പിന്നെയും വരുന്ന യാത്ര കഴിഞ്ഞ തിരിച്ചെത്തിയവർക്ക് തങ്ങളെ ഉസ്താദെ നമ്മളെ ആ പള്ളി അതങ്ങനെ കിടക്കുകയുള്ളൂ, തങ്ങളിപ്പോ ഒന്ന് ഉദ്ഘാടനം ചെയ്ത് തന്നാൽ മതി, ഒന്ന് ഉദ്ഘാടനം ചെയ്തു തന്നാൽ മതിയാണ്. അള്ളാഹിന്റെ റസൂൽ ചിന്തിച്ചു ഇനിയിപ്പോ വരെ ഞാൻ പറഞ്ഞേച്ചാല് സംഗതി കുഴപ്പമാവും, ന്യായങ്ങളൊന്നും പറയാൻ. അള്ളാഹിന്റെ അടുത്തു നിന്നാണെങ്കിൽ പോകരുത് എന്നൊരു ഓർഡർ വന്നിട്ടുമില്ല. ഒരു കാര്യം ചെയ്യാം, ആരും അറിയാതെ വളരെ രഹസ്യമായി ആ കർമ്മം മാത്രം നിർവഹിച്ചൊരു പൂജ. എന്നാൽ പിന്നെ അനക്കുമുള്ളിൽ കേടിട്ടുണ്ടല്ലോ, അങ്ങനെ ചില ഹിക്മത്തൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരുമല്ലോ. അള്ളാഹിന്റെ റസൂൽ പോകാൻ തീരുമാനിച്ചു. ഒരുങ്ങി ഇറങ്ങുമ്പോ നസലൽ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം. നോക്ക്, അള്ളാഹുവിന്റെ ഓർഡറുമായിട്ട് ജിബ്രീൽ വരികയാണ്. എന്താ ജിബ്രീൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന വഹിയറിയങ്ങള്? ലാ തഖും ഫീഹി അബദാ, പള്ളി ഉദ്ഘാടനത്തിന് സ്റ്റേ. ആര്? അല്ലാഹു തആല. കൊണ്ടുവരുന്നതോ ജിബ്രീൽ, കൊടുക്കുന്നതോ മുത്തുനബിക്ക്. ഇതിപ്പോ ഒരു സക്കാഫി ജോലി ചെയ്യുന്ന മഹല്ലില് ഒരു തബ്ലീഗുകാരെ ജമാഅത്തിലോ പള്ളി ഉദ്ഘാടനത്തിന് പോകാത്തത് മർക്കസിന് ഏൽപ്പിസ്ഥാൻ എഴുത്ത് കിട്ടിയപ്പോഴാണെങ്കിൽ അത് എഴുത്ത് കൊടുത്തയച്ചതാരാ? AP അല്ലേ? കൊണ്ടുവന്നതാരാ? SSF അല്ലേ? കിട്ടിയ സക്കാഫിക്കും അല്ലേ? കണക്കായിക്കണേ. അത് എങ്ങനെ പറയാനോ? അത് പറയുന്നതല്ല, പറയാം. ഇവിടെ അള്ളാഹ് കൊടുത്തയക്കുന്നു, ജിബ്രീൽ കൊണ്ടുവരുന്നു, മുത്തുനബി വാങ്ങുന്നു. ഇനി അതിന്റെ പുറന്താ വേണ്ട ആലോചിച്ചു. എന്താ അതിനകത്തുള്ളത്? ഖുർആൻ ആയത്താ ഞാനീ പറഞ്ഞു. ലാ തഖും ഫീഹി അബദാ, ഒരിക്കലും ഒരൊറ്റ റക്അത്ത് പോലും ആ പള്ളിയുടെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല ഒരൊറ്റ
ഒരൊറ്റ റക്അത്ത് പോലും ആ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പള്ളിയല്ലേ, ഇമാമല്ലേ, മുസ്ലിമല്ലേ, നിൽക്കാരല്ലേ, ഏത് മുസ്ലിമിനെ കണ്ടെന്താ സവലിക്കുന്നു പറയണ്ടേ? ഏത് മുസ്ലിം ജാതി ആണെങ്കിലും ചൊറുക്കുള്ള പെൺകുട്ടിയാണെങ്കിൽ ദൂരം കൂടുതലുള്ള ഉദ്ദേശിച്ച കുട്ടി ചോദിക്കും എന്താ കുട്ടി കൂടെ ഒക്കെ കണക്കന്നെയല്ലേ. ഏത് ഇമാമാരോ തല മറക്കട്ടെ മറക്കാതെ കട്ടെ കൈ അവിടെ കെട്ടട്ടെ കെട്ടാതെ കെട്ടെ എന്താ വെക്കില്ല നിസ്കരിച്ചാൽ അല്ല. അങ്ങനെ ഒരു പൊതുവെ നമ്മുടെ കൂട്ടത്തിലെ ഇസ്ലാമിനെ കുറിച്ച് ബോധം കുറഞ്ഞ ചെറുപ്പക്കാരുടെ ധാരണ ഇങ്ങനെ. എന്നാൽ അള്ളാഹു തീർത്തു പറയുന്നു നിസ്കരിക്കാൻ പാടില്ല. അള്ളാഹിന്റെ റസൂൽ ആ പ്രഖ്യാപനം നടത്തിയെന്ന് മാത്രമല്ല, നല്ല തണ്ടും തടിയുള്ള ചെറുപ്പക്കാരനെ വിളിച്ചു സ്വാമിത്തിനെ, നിങ്ങൾ പോയിട്ട് ആ പള്ളി ഒന്ന് പൊളിക്കണം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, പള്ളി പൊളിക്കേ ഒരു കുറക്കാത്ത കൈ, ആർക്കൊറക്കാത്ത മുത്തനബിക്കോ? മുത്തനബി തങ്ങളാണ് പള്ളി പൊളിക്കാൻ പറയുന്നത്. സ്വഹാബത്താണ് പൊളിച്ചു, കർസേവർ നടത്തി. എന്നിട്ട് പറഞ്ഞു അതിന്റെ പാർട്സ് കരിക്കണോ. എന്നിട്ട് പറഞ്ഞാൽ പള്ളി നിന്ന സ്ഥലം ഉണ്ടല്ലോ അത് നിങ്ങൾ എനിക്ക് കുപ്പത്തൊട്ടിയാക്കണം. അതായത് ഈ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടിട്ടിടണോ. എന്തേ ഭാവിയിൽ ഇവിടെ പള്ളി പണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് പള്ളി ഉണ്ടാക്കണ്ട. കാരണം അത്രയും പരമാവധി കരിച്ചങ്ങോട്ട് കളിയാൻ നിങ്ങൾ തീരെ ഇല്ലാതെയാക്കാൻ പരമാവധി ശ്രമം നടത്തുക. ഇതൊക്കെ ചെയ്യുന്നത് സമസ്ത കേരള ജമീയത്തുലമ അല്ല കൂട്ടരെ. അല്ലെങ്കിൽ ശിഹാബ് അധ്യക്ഷനായിട്ട് സംശയലമ തീരുമാനിച്ചിട്ട് ഏപ്പിസ്താ പ്രഖ്യാപിച്ചിട്ട് പേരോടുസ്താ നടപ്പിലാക്കുകയല്ല, അങ്ങനെയല്ല. ഇത് മുത്തു നബി പറയുന്നു, സ്വഹാബത്ത് നടപ്പിൽ വരുത്തുന്നു. ഈ പള്ളിക്ക് റസൂലുള്ളാഹി പേരിട്ട്, ആ പള്ളിക്ക് റസൂലുള്ളാഹി പേരിട്ട് എന്താ പേര് നിങ്ങള്? കുത്തിത്തിരിപ്പിന്റെ പള്ളി, മസ്ജിദുൽ നിറാർ. ഇത് പേരുള്ളത് ആരാ? അള്ളാഹുവിന്റെ ഹബീബ്. നിങ്ങൾ ആലോചിച്ച് നോക്കാണി. ഇത് ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയും? ഒന്ന് റസൂലുള്ളാഹിന്റെ ആശയ സ്പിരിറ്റ്, രണ്ട് അള്ളാഹു തആല കൊടുക്കുന്ന വില, മൂന്ന് നമുക്ക് മാതൃകയാക്കാനുള്ള പാഠം. ഇവരിന്നാണ് നമ്മൾ പാഠം പഠിക്കേണ്ടത്. എന്താ ഇപ്പൊ പള്ളിക്ക് കിബില പഴച്ചു പോയതാ? എന്നാ കൂട്ടെ പള്ളി പൊളിക്കണം, മുസല്ല എന്നാ തിരിച്ചിട്ടാ പോരെ. എത്ര പള്ളിയുണ്ട് അങ്ങനെ അടിച്ച് കിബില തെറ്റിയിട്ട് പിന്നെ നമ്മൾ നിൽക്കാണ്ട് ഉസ്താമാർ വരുമ്പം അത് കിബില ശരിയല്ലോ, നിങ്ങൾക്കായിട്ട് ഇപ്പോൾ ഒരു കിബിലപ്പോടെ ഇറങ്ങിയതല്ലേ എന്ന് ചോദിച്ചു കാണ്ട് ആ ചിത്താന്ന് മുറിച്ചിക്കണം. എത്രയോ പള്ളിപ്പോലും ഉണ്ടല്ലോ. അല്ല പറയേണ്ട കടമ നമ്മൾ ചോദിച്ചു. നമ്മൾ നിൽക്കച്ചുമ്പോൾ മുസല്ല തിരിച്ചിട്ട് നിൽക്കച്ചും ചോദിച്ചു. മയ്യത്ത് കൊണ്ടുവന്ന് നിൽക്കച്ചുമ്പോഴേക്ക് രസം ഉണ്ടാകുക. ആ ഇറച്ചിക്ക് വായക്കുറിക്കന്മാർ ഇമാമ് കാണാം അങ്ങോട്ട്, മല്ലക്ക കാണാം അങ്ങോട്ട്, മയ്യത്ത് ഇങ്ങോട്ടും. കോലത്തർക്ക് എത്ര പള്ളിയുണ്ട് കാര്യങ്ങൾ ഇരിക്കട്ടെ. അതേസമയത്ത് ഇവിടെ കിബില പഴച്ചതാണെങ്കിൽ മുസല്ല തിരിച്ചിട്ടാ പോരെ. ഇനി അല്ല ഹൗലില്ല അവിടെ എന്നാണ്, ബാക്കറ്റും വെള്ളം വെച്ചാൽ പോരെ. ഇത് ഇനി പള്ളി ആവൂല എന്നാ താമസിക്കാൻ പേരേക്ക് കൊടുത്തൂടെ? ആലോചിക്കണം, വിഷയത്തിൽ ഗൗരവം ചിന്തിക്കണോ? ഞാൻ ഏതായാലും ഇപ്പൊ തെബലീഗിനോ ഒന്നും പോണില്ല, ഞാൻ തെബലീഗ് ആകണമില്ല, മരുവാനിപ്പ അതിന്റെ ചോയണ്ട് അതിപ്പോ ഞാൻ പ്രശ്നമാക്കണോ എന്നാ ഉത്തരവ് പഠിപ്പിക്കണേ. കരിച്ചാണ് കളിയ, എന്നിട്ട് അടിക്കാട്ട് കുപ്പത്തൊട്ടി ആക്കിയിട്ട് മാറ്റുക. എന്തേ ഗൗരവമാണ് വിഷയം, ബിദ്അത്താണ്. വിശ്വാസത്തിൽ എങ്ങാനും അല്പം പെശക് കുടുങ്ങിയാൽ അള്ളാഹുവിന്റെ അടുക്ക സ്വർഗത്തേക്ക് കടത്തൂല. ലേശം ഉണ്ടായാൽ മതി വിശ്വാസത്തെ. ഓട്ടകൂട്ട ഷുഗർ കുറച്ച് കൂടിയാൽ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കേണ്ട ഡോക്ടർമാർ കടത്തൂല. എന്നിട്ടെന്നെ ബാക്കി ഷുഗർ ലേശം കൂടുതലാന്ന് കണ്ട അവന് നോർമലാകട്ടെ, ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ കടത്തുന്നില്ല. പിന്നെ ഇപ്പൊ വിധേയത്ത് കൂടിയ സ്വർഗത്തെ കടത്തൂലാന്ന് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ട്. അത് ചോദ്യങ്ങളും. അപ്പൊ ഈ കോലത്തിൽ വിശ്വാസത്തിൽ വൈകല്യം വന്നതുകൊണ്ട് പള്ളി ഉദ്ഘാടനത്തിന് പോലും പോയില്ലെന്നല്ല, പാടെ നിരാകരിച്ചു. ഇത് മുത്തനബിന്റെ കാലമാണ്. ഇനി ഒന്നുകൂടി ഞാൻ താഴത്തേക്ക് വരികയാണ്. അലി റളിയല്ലാഹുവിന്റെ കാലം. അന്ന് ഒരു കൂട്ടർ രംഗത്ത് വന്നു, ഖവാരിജിയാക്കൾ. ഇവര് വന്നു നോക്കുമ്പോ ഭയങ്കര ഇബാദത്താ. ആയത്തിങ്ങനെ കുനുകുനേന ഓതി, സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഭയങ്കരാണ്. ഇവരുമായിട്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു ഏറ്റുമുട്ടി, ഖവാരിജിയാക്കളോട്ട് ഏറ്റുമുട്ടി എന്നല്ല, അതിൽ ശത്രുവിനെ പിടിച്ചു. ആദ്യ തലവനെ പിടിച്ചിട്ട് തല കൊയ്യാൻ തീരുമാനിച്ചു. തല വെട്ടി. അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് സംഭവം. അങ്ങനെ തല വെട്ടിക്കഴിഞ്ഞതിന് ശേഷം അയാളെ ഖാദിമിനെ കിട്ടിയപ്പോ ആ ഖാദിമിനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നിന്റെ ബോസിന്റെ അവസ്ഥ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു. ആളെ കൊല്ലല് കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ അവസ്ഥ എന്താ? അപ്പൊ മറുപടി കേട്ടങ്ങള് മാ അതൈതുഹു ബിതുആമിൻ ഫി നഹാരിൻ ഖത്തു. ഉള്ളു പറയാലോ, പകല് ഞാൻ മൂപ്പർക്കും വേണ്ടിയിട്ട് അട്ടിപ്പാത്രം കൊണ്ടരന്റെ ഗതി വന്നിട്ടല്ല. എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം നോമ്പിലാണ് മൂപ്പര് എന്നർത്ഥം. പിന്നെ മൂപ്പര് പറയുന്നു വമാ ഫറശ്തുലഹു ഫിറാശൻ ബിലൈലിൻ ഖത്തു. രാത്രി ഞാൻ മൂപ്പർക്ക് വിരിച്ചു കൊടുക്കേണ്ട ഗതി ഉണ്ടായിട്ടില്ല. ഒരേ നിസ്കാരം, ഭയങ്കര നിസ്കാരം, ഭയങ്കര നോമ്പും. ഈ ജാതി ആളെയാണ് കൊന്നത്. അള്ളാഹിന്റെ റസൂലിന്റെ പേട്ടിന്റെ മരുമകൻ എന്ന് മാത്രമല്ല, അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുക. ഞാൻ വിശുദ്ധ ഇസ്ലാമിന്റെ വിശാലമായ വൈജ്ഞാനിക പട്ടണമാണെങ്കിൽ ആ വിജ്ഞാന പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള ഗേറ്റ് അലിയാരാണ് എന്ന് പറഞ്ഞതാണ്. അപ്പം വിജ്ഞാന സാഗരത്തിന്റെ ഗേറ്റായി അള്ളാഹിന്റെ റസൂൽ പ്രഖ്യാപിച്ച അലിഹുല്ലാൻ പറയുന്നത് കും ശിറാറുൽ ഖൽഖി ഇലല്ലാഹ്, ഊർത്തം കെട്ട ജന്തുക്കളാണ്. എന്റെ പകല് മുഴുവനും നോമ്പ്, രാത്രി മുഴുവനും നിസ്കരിക്കാം. അവർ കുറക്കാത്ത കയ്യിലട്ടോ.
ആ ജാതി മനുഷ്യന്മാരെ പറ്റിയിട്ടായി പറയും. നിങ്ങൾ നോക്ക്, ഇതിങ്ങനെ കാലഘട്ടം കഴിഞ്ഞു വരും തോറും വേഷവിധാനങ്ങളൊക്കെ നന്നാക്കും, ആശയങ്ങളിൽ പക്ഷേ മോശമാകും. അത് തന്നെയാണ് സത്യത്തിൽ ബിദ്അത്തിന്റെ എല്ലാ കക്ഷികൾക്കും പറ്റിയതവരാണ്. മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നപ്പോൾ സത്യത്തിൽ ഖുർആൻ സുന്നത്ത് മുറുകെ പിടിച്ച് അനാചാരങ്ങൾക്കും ഉച്ചനീചത്വങ്ങൾക്കും എതിരെ എന്ന് പറഞ്ഞ രംഗത്ത് വന്നു. ആ രംഗത്ത് വന്ന പ്രസ്ഥാനം കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോഴാണ് കള്ളി പുറത്തു കടിയും അല്ലേ. സത്യത്തിൽ 1921 മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിക്കുമ്പം മൗലൂദിനെ എതിർത്തുകൂടാ. വളരെ ചോക്കാണി ഇല്ല. അന്ന് മുജാഹിദ് പ്രസ്ഥാനം മൗലൂദിനെ എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല, മൗലൂദ് കഴിച്ചിട്ടുണ്ട്. ഐക്യസംഘത്തിന്റെ കീഴിൽ എറിയാട് സെക്കൻഡറി സ്കൂളിൽ വെച്ച് കൊണ്ടാടപ്പെട്ട നിവേദന യോഗത്തിൽ പ്രസംഗിച്ച റിപ്പോർട്ട് അൽ-ഇർഷാദ് പത്രത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നല്ല, ഐക്യസംഘത്തിന്റെ 2ാം വാർഷിക യോഗത്തിൽ 5 തെങ്ങ് സംഭാവന ചെയ്ത ആചാര്യർക്ക് വേണ്ടി പ്രത്യേക നന്ദിയാണ്. എന്തിനാ തെങ്ങ് സംഭാവന ചെയ്തത്? മൗലൂദ് ഓതാൻ. മുജാഹിദിന്റെ തുടക്കം അങ്ങനെയല്ലേ. 1951 അന്നത്തെ നേതൃത്വ മുജാഹിദിന്റെ സെക്രട്ടറി ലത്തീഫ് മൗലവി റേഡിയോ പ്രസംഗം നടത്തിയിട്ട് 52 അരമനാർ അത് എടുത്തും കൊടുത്തിട്ടുണ്ട്. 54 വരെ മുജാഹിദും നബിദിനം അനുകൂലമായിരുന്നു. പിന്നെയാണ് കള്ളിങ്ങനെ കുറച്ചു കാലം കുഴിച്ചുമ്പോൾ സുർക്കിയാവെന്ന് പറഞ്ഞ മാതിരി ഈ സുന്നത്ത മൗലൂദ് ശിർക്കായിട്ട് മാറി. ഇങ്ങനെ 21 മുജാഹിദ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് പള്ളി ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ഇമാമിങ്ങളൊക്കെ ഇല്ലേനോ, ഒരൊറ്റ പെണ്ണിനെ പള്ളിക്ക് കൊടുത്തുക്കണം. ബക്ക മൗലവിന്റെ പെണ്ണുകൾ പള്ളിക്ക് വന്നിക്കണം, കെ മൗലവിന്റെ പെണ്ണുകൾ പള്ളിക്ക് വന്നിക്കണം. നിങ്ങൾ ആലോചിച്ചോക്കാ, ആയിഷ ബിയൊക്കെ അവിടെ നിൽക്കട്ടെ, ഹദീജ ബിയൊക്കെ അവിടെ നിൽക്കട്ടെ, ഫാത്തിമ ബിയൊക്കെ അവിടെ നിൽക്കട്ടെ. 1921 തുടങ്ങിയിട്ട് 945 ശേഷമാണ് വിനീതനായ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന എടവണ്ണ പഞ്ചായത്തിന്റെ ഒരു ഏതോ വണങ്കറ മുലയിൽ ഒതായിപ്പള്ളിയിൽ ആദ്യമായിട്ട് വെള്ളാറമ്പാറ ഖദീജ കുട്ടി താത്തി പീക്കാവൻ താത്തി പള്ളിക്കുന്നത് അല്ലേ. എല്ലാവരും ചോദിക്കോ, ഖുത്ബ പരിഭാഷ പറ്റില്ല എന്നല്ലേ മുജാഹിദ് ആദ്യം പറഞ്ഞത്? സകല വള്ളിയിൽ അറബിയിലല്ലേ ഖുത്ബ നടത്തിയത്? പിന്നല്ലേ പുണർപ്പയിൽ അവരെ ഒരുമിച്ച് കൂടിയിട്ട് മീറ്റും കൂടി പാസ്സാക്കിയത്? ഈ യോഗം ആവശ്യപ്പെടുന്നു സകല പള്ളി കമ്മിറ്റിയോടും ഖത്തീബന്മാരോടും ഖുത്ബ പരിഭാഷപ്പെടുത്താൻ. കാരണം ആൾക്കാർക്ക് തിരിയണില്ല. പിന്നീടല്ല തുടങ്ങി, അതുവരെ പരിഭാഷയില്ല. 1929 അച്ചടിച്ച കിതാബ് അവലോകത്തിലെ പാഠപുസ്തകത്തിൽ തറാവി 20 അല്ലേ ആണ്. 75 തറാവി ഇറക്കാത്തില്ലാതെ പോയില്ലേ. പിന്നല്ലേ അടുത്ത കാലത്ത് തറാവി 8, 3, 11 ആയത്. ഇപ്പോഴല്ലേ ഇത്രയും തറാവി ഒന്നായത്? മാറ്റം. അപ്പൊ തുടക്കത്തെ ബിദ്അത്തിന്റെ സംഘടനകൾ പെട്ടെന്നല്ല മാറ്റം വരിക, ക്രമേണ മാറ്റം.